Hi dears, Nishi's Kitchen Vlogs ലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ഇതിന്റെ പേര് അലവാങ്ക്. ഇത് നാട്ടില് തെക്കൻ ജില്ലകളില് ട്രിവാൻഡ്രം ഭാഗത്ത് തട്ടുകടകളിൽ ഉണ്ടാവുന്ന ഒരു പോപ്പുലർ പലഹാരമാണ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇതൊരു മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചത്, കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത്, കുറച്ച് തേങ്ങാക്കൊത്ത് മുറിച്ചത്, 2 പച്ചമുളക് മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇതെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നല്ലോണം കുഴച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് കുറച്ച് കട്ടിയുള്ളൊരു മാവാക്കി എടുക്കണം. വെള്ളം കുറച്ചായിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. ആദ്യം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. വീണ്ടും കുഴക്കാം. ഇതിപ്പോ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ഇതാ ഇതുപോലെ കുറേശ്ശെ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിന് വേണം. ഈ പാകത്തിന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിനി ഉരുളയാക്കി പരത്തി എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇവിടെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. കൈ ഒട്ടിപ്പിടിക്കുന്നതിന് കൈ നനക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി കൈ നനച്ചു കൊടുക്കാം. മറ്റേ കൈയും നനച്ചു കൊടുക്കാം. ഇനി ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കി കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റേ കയ്യിലേക്ക് എടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് കുറച്ചാവുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് കുറച്ചാകുമ്പം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചോട്ട് പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ നിറാവണം. ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. അലവാങ്ക് റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.